സുഖമില്ലായിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് വീണു, ബെഡ്റൂമിലൊന്ന് വീണു എന്ന് പറഞ്ഞു. അതൊക്കെ എല്ലാവരെങ്കിലും അറിയുന്നുണ്ട്. ഇതിനിടയിൽ പോലും ഈ സുഖമില്ലാത്ത അവസരത്തിൽ പോലും ഈ വർഷം 2024 എൻ്റെ 3 പാട്ടുകൾ ജയചന്ദ്രൻ പാടി യൂട്യൂബിന് വേണ്ടി. പാട്ടുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ സംഗീതത്തെ ഇത്രയും സ്നേഹിച്ച ഒരു പാട്ടുകാരൻ വേറെയില്ല. ജയചന്ദ്രൻ്റെ ഒരു വലിയ മഹത്വം അദ്ദേഹം മറ്റു പാട്ടുകാരെ കുറിച്ച് സംസാരിക്കുക, സ്വന്തം പാട്ടുകളെക്കുറിച്ച് സംസാരിക്കില്ല. സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുദാസ് പാടിയ ആ പാട്ട്, മുഹമ്മദ് റഫി പാടിയ പാട്ട്, മുകേഷ് പാടിയ പാട്ട്, ജി സുശീല പാടിയ പാട്ട്, ഇങ്ങനെ മറ്റു പാട്ടുകാരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരൻ, അതാണ് ജയചന്ദ്രൻ. അങ്ങനെ വേറൊരു ഗായകനെ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം സ്നേഹിച്ച സംഗീതത്തെയാണ്. സംഗീതത്തെ സ്നേഹിച്ചു. എല്ലാ ഗായകരുടെയും പാട്ട് കേട്ട് ഇപ്പോൾ ജയൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ചും എന്നെപ്പോലുള്ള അടുത്ത സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ, ജയൻ പാടിക്കൊണ്ടേയിരിക്കും. മഹേന്ദ്ര ഗൂറിൻ്റെ ഒരു പാട്ട്, റഫിയുടെ ഒരു പാട്ട്, അവർ നമ്മുടെ പാട്ടിൻ്റെ വ്യത്യാസം എന്താണ്, മുകേഷിൻ്റെ പാട്ട്, ഇങ്ങനെ തെലുങ്കിലുള്ള ഗായകർ, കന്നഡ ഗായകർ, എല്ലാവരെ കുറിച്ചും അറിയാം. ഇത്രയധികം പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുള്ള, വിവിധ ഭാഷകളിൽ ഇത്രയധികം പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുള്ള പാട്ടുകാരൻ വരെയില്ല. ജയചന്ദ്രൻ സംഗീതത്തെയാണ് സ്നേഹിച്ചത്. സംഗീതം ജയചന്ദ്രൻ്റെ ആത്മാവായിരുന്നു. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം യേശുദാസിനെ പോലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ പാട്ടുകൾ, ഞങ്ങളുടെ പാട്ടുകളിൽ ഞാനും നിഷാമുൽ സ്വാമിയും ഞാനും അർജുനമാസ്വായി ചേർന്ന് ചെയ്തിട്ടുള്ള എത്രയോ പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിരിക്കുന്നു സെമി ക്ലാസിക്കൽ. അത് മനോഹരമായിട്ട് പാടും. പിന്നെ ഭാവം എന്ന് പറയുന്ന പാട്ടിലെ ഭാവം ജയചന്ദ്രൻ്റെ പ്രത്യേകതയായിരുന്നു. അത് ഓരോ വാക്കിന് കൊടുക്കുന്ന സ്ട്രെസ്സ്, ചില പദങ്ങൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്സ്, അതെല്ലാം ജയചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നു, ഒരു ഗായകൻ നിലയിൽ വ്യത്യസ്തനാക്കുന്നു. എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാരെ പോലെയായിരുന്നു. 1966 ഞങ്ങൾ രണ്ടിലും സിനിമയിൽ വരുന്നത്. എന്നേക്കാൾ 4 ദിവസം ഇളയതാണ് ജയചന്ദ്രൻ. എനിക്ക് 84 ജയചന്ദ്രൻ 80 അപ്പോൾ ഒരു വർഷം 1966 ഞാൻ കാട്ടുമല്ലിക്ക് പാട്ടെഴുതി, എൻ്റെ പാട്ടുകൾ പുറത്തു വന്നു. കുഞ്ഞാലി വരയ്ക്കാതെന്നുള്ള ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു മുല്ല പൂമാലയുമായിട്ടുള്ള പാട്ടാണ് പാടിയതെങ്കിലും ജയചന്ദ്രൻ കളിത്തോളിൽ പാടിയ മഞ്ഞളിൽ മുങ്ങിത്തൂർത്തുമാണ് പുറത്തു വന്നത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ പാട്ടുകൾ ഒരേ വർഷമാണ് പുറത്തു വന്നത്. 66 മുതൽ 58 വർഷം നീണ്ടുനിന്ന ഒരു സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, സാഹോദര്യമായിരുന്നു ഞങ്ങളുടേത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു അടുക്കടുക്കായി പറയാൻ കഴിയില്ല. കാരണം എനിക്ക് രാത്രിയിൽ തന്നെ തൃശ്ശൂരിന് പോകണം. കാരണം എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ എൻ്റെ പാട്ടുകളെക്കുറിച്ച് എൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ, ഇപ്പം ജയചന്ദ്രന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയ പാട്ടുകൾക്കായി ഞാനാണ്. പിന്നെ ഞങ്ങളുടെ വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ട അധികം താമസിയാതെ 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിൽ കാര്യം ഞാൻ ജയനോട് പറയുമ്പോൾ ജയചന്ദ്രൻ പറഞ്ഞത്, തമ്പിയുടെ അനിയത്തി എൻ്റെ അനിയത്തല്ലേ, ഞാൻ പാടാം. അപ്പോൾ ഇങ്ങോട്ടാണ്, ഞാൻ പാടാം. അപ്പോൾ അന്ന് ഞാൻ തുടക്കക്കാരനാണ്, എൻ്റെ ഒരുപാട് പണമൊന്നുമില്ല. പക്ഷേ അന്ന് എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് കച്ചേരി ജയചന്ദ്രൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മബന്ധം എനിക്ക് ജയനോട്ടുണ്ടായിരുന്നു.